ഉദാഹരണത്തിന് നമുക്ക് ആറ്റത്തിൻ്റെ ഒരു കേസ് എടുക്കാം. ആറ്റം, the smallest particle. യെസ്, ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ. നിങ്ങൾ ആറ്റം നോക്കൂ. ആറ്റത്തിൻ്റെ ലീഡർ ആരാണ്? ശരിക്കും അതിൻ്റെ സെൻട്രൽ ന്യൂക്ലിയസ് ആണ്. അതിന് പോസിറ്റീവ് ചാർജാണ്. ന്യൂട്രൽ ചാർജും പോസിറ്റീവ് ചാർജും മീൻസ് ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ. പോസിറ്റീവ് ചാർജാണ് ടോട്ടലി ന്യൂക്ലിയസിനുള്ളത്. ഇതിന് ചുറ്റും കറങ്ങുന്നത് ആരാണ്? നെഗറ്റീവ് മീൻസ് ഇലക്ട്രോൺസ് ആണ്. എന്നപോലെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് ഒരുപാട് ആളുകൾ നിങ്ങളുടെ സറൗണ്ടിങ്സിൽ ഉണ്ടാവും. അതാണ്. അപ്പോൾ ആ നെഗറ്റീവും പോസിറ്റീവും അട്രാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഊർജ്ജം ഉണ്ടാകുന്നത്, ഒരു കണക്ഷൻ ഉണ്ടാകുന്നത്. എന്നതുപോലെ നമ്മൾ എപ്പോൾ പോസിറ്റീവായി കഴിഞ്ഞാലും നമ്മുടെ ചുറ്റും നെഗറ്റീവാണ് ഉണ്ടാവുക. നെഗറ്റീവുകൾ വേണം തീർച്ചയായിട്ടും. ഈ നെഗറ്റീവ് ഉണ്ടാകുമ്പോഴാണ് ഒരു ലീഡർക്ക് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അയാൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ്. പോസിറ്റീവായ ലീഡർ നമുക്ക് നെഗറ്റീവ് ആക്കാൻ കഴിയൊന്നുമില്ല. എന്ന് വെച്ചാൽ പോസിറ്റീവാണെങ്കിൽ അയാൾ നെഗറ്റീവാണ്. പല ഫോഴ്സുകളും വന്നാൽ പോലും അയാളെപ്പോഴും പോസിറ്റീവായിട്ട് വരും. ലീഡറുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ജീവിതത്തിൻ്റെ സക്സസ്സും. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ ആറ്റത്തിൻ്റെ കേസ് എടുക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂക്ലിയസിനെ, ഒരു ലീഡറെ ചുറ്റി കറങ്ങുന്ന ഒരുപാട് ഇലക്ട്രോൺസ് ഒക്കെ നെഗറ്റീവ് ചാർജാണ്. പക്ഷെ അതങ്ങനെ കറങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട്. ഈ ന്യൂക്ലിയസ് ഒരു ദിവസം തീരുമാനിക്കുക ഞാൻ നെഗറ്റീവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. നമ്മുടെ ലോകത്തിൻ്റെ എല്ലാം സ്ട്രക്ചർ തന്നെ മാറിപ്പോകും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ലീഡർ എന്തായിരിക്കണം? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക. ബി പോസിറ്റീവ്.